ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടു. ഒരു അപൂർവ നിമിഷത്തിൽ എനിക്ക് മലേഷ്യയിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇടാൻ കുറച്ച് വഴുകി. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ പ്രോപ്പറായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ മലേഷ്യയിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറയാനുണ്ട്. ഒരു മലയാളിയുടെ റെസ്റ്റോറൻറ്റാണ് നമ്മൾ മലേഷ്യയിൽ തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങോട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പോയേക്കാം ഗൈസ്. ഇപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റോഡാണ്, ഫുൾ ഹൈവേ ആണ്. അവിടെ കാണുന്ന നമ്മുടെ ഷോപ്പിംഗ് മോളാട്ടോ. അവിടുത്തെ കുളായി, നമ്മളിവിടെ ഇവിടെ മലേഷ്യയിൽ കുളായി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണുള്ളത്. ഇതിവിടെ അവിടുത്തെ ഏറ്റവും വലിയ ഒരു മാളാണ്. ഒരു ബിൽഡിങ് വരുന്നുണ്ട്. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. പോയേക്കാം ഗൈസ്. പിന്നെ നമ്മുടെ നാട് പോലെ ഇവിടെ ഇങ്ങനെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. നല്ല കാണാൻ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മുടെ നാട് പോലെ തന്നെ നല്ല പച്ചപ്പും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ പിന്നെ നമ്മുടെ നാട് പോലെ ഇടക്ക് മഴ ഇടക്ക് വെയിൽ എന്നൊരു രീതിയിലുള്ള ഒരു ക്ലൈമറ്റാണ് ഇവിടെ വരുന്നത്. നമ്മുടെ നാട്ടിൽ എപ്പോഴേലും മഴ എപ്പോഴേലും വെയിൽ അങ്ങനെ വരുന്നതാണ്. ഇവിടെ ഡെയിലി മഴയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അങ്ങോട്ടാട്ടോ. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. അവിടേക്കാണ് പോണത്. റോഡ് എങ്ങനെ ക്ലോസ് ചെയ്യണം, റോഡ് ക്ലോസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇന്നെ വണ്ടി കൊണ്ടുപോകും. നമ്മൾ റോഡ് ക്ലോസ് ചെയ്തു ഗൈസ്. നമ്മൾ ഇനി ഈ സൈഡിലൂടെയാണ് പോകേണ്ടത്. കാണുന്നൊരു ബുക്ക് സ്റ്റോറാണ് കേട്ടോ. ഈ ബുക്ക് സോൺ ബുക്ക് സ്റ്റോറാണ്. നമ്മുടെ നാട്ടിൽ പോലെയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസം എന്ന് മാത്രം. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ കേരളം വിട്ട് പുറത്തേക്ക് പോണത് കേട്ടോ. ആദ്യമായിട്ടാണ്. കേരളം വിട്ടതല്ല, ഇന്ത്യ വിട്ടിട്ട് തന്നെ പുറത്തേക്ക് പോണത് ആദ്യമായിട്ടാണ്. അത് അവിടെ കാണുന്ന TKR എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് പോണത്. അത് കാണുന്നുണ്ടോയെന്നല്ല, അത്രയും ദൂരെയാണ്, കുറച്ച് നടക്കാനുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്താനായിട്ടുണ്ട്. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി. ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. ഫുൾ റോഡായതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ചും കണ്ട് ഇവിടെ റോഡ് ക്രോസ് ചെയ്യണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അതാ കാണുന്ന TKR എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോണത്. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാട്ടോ. വീടുകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് വരുന്നത്. ഓരോ മിനി മാർക്കറ്റുകളാണ് വരുന്നത്. ആ കാണുന്ന റെസ്റ്റോറൻറ്റിലേക്കാട്ടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ. നല്ല ക്ലൈമറ്റാട്ടോ അവിടെ വരുന്നത്. അങ്ങനെ എന്താ പറയുക, ഒരു കംഫേർട്ട് അല്ലാത്ത ഒരു തരം ഒരു ഫീൽ നമുക്ക് കിട്ടൂല. ഇപ്പോൾ നല്ല കംഫേർട്ട് ഫീലാട്ടോ തരുന്നത്. നമ്മുടെ സ്റ്റോറിൻ്റെ എത്താറായി. നമ്മൾ കയറാൻ വേണ്ടി പോകാട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ക്ലോസ് ചെയ്തിട്ട് വണ്ടി ഓക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, TKR. അപ്പോൾ ഇതിൻ്റെ വിശ്വസിച്ചെല്ലാം ഞങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം. നമ്മൾ ഉള്ളിൽ കയറി വെക്കാം. എല്ലാ കഴിച്ച് നമ്മൾ കടറ ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ മലയാളീസ് കേട്ടോ, മലയാളീസിൻ്റെ കടയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മുന്നിരിക്കുക. ഹലോ, ഇപ്പം എന്തൊക്കെ വർത്താനോ? അലൈക്കും അസ്സലാം. നിങ്ങൾ നാട്ടിലെവിടെ പറയും? തൃക്കരിപ്പൂര്. നിങ്ങളുടെ ബ്രാൻഡാണ്? ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട്? മേബി 1 വീക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി? ഇവിടെ ഇപ്പോൾ 7 വർഷമായി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ അതെയോ അതൊന്ന് പരിചയപ്പെടട്ടെ. ഹായ്, ഇപ്പം എന്താ നിങ്ങളുടെ പേര്? സാദിഖ്. അപ്പോൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ഫുഡുകൾ? അത് ബിരിയാണി അല്ലേ? ബിരിയാണി. നമ്മുടെ അടുത്ത നാസി ബിരിയാണി. ഇതെന്താ? അപ്പോൾ അതും ബിരിയാണി, രണ്ട് ബിരിയാണി. ഇതൊക്കെ എന്താ ഇരിക്കുന്നത്? ബിരിയാണി കമ്പിങ്. അയാം എന്ന് ഉദ്ദേശിക്കുന്നത് കോഴിയാണ്. ഐ മീൻ അച്ചാർ പോലെ. ഇതൊക്കെ എന്താ സംഭവങ്ങൾ?
മുട്ട മുട്ട റോസ്റ്റ്. മുട്ട റോസ്റ്റ് എന്നല്ല, പിന്നെ പറയും കല്ലൂർ സമ്പൽ. കല്ലൂർ സംഭവം ഇത് കുറച്ച് എരിവുള്ള സാധനം. ഇത് പോത്തിൻ്റെ കുടല്. ഹോട്ടൽ ഇതും എരിവുള്ള സാധനം. മധുരമുള്ളത് എരിവ്. ഇതെന്താ? ഇത് വന്ന് നമ്മുടെ നാട്ടിലെ കൂന്തലില്ലേ, ഇവിടെ ഉദാങ്കെന്ന് പറയും. ഇതും എരിവുള്ള സാധനമാണ്. ഇത് കോഴി ചിക്കൻ കെച്ചപ്പ്. ഇത് വന്ന് പിന്നെ ചിക്കൻ എന്ന് പറയും. മലയാളത്തിൽ മീൻ. ആസാം പട്ടസ് എന്നാ പറയാം. എരിവുള്ള സാധനം. നാട്ടിലെ മുളകറിയില്ലേ, ആ ടൈപ്പാണ്. ഇതെന്താണ്? ഇത് താവു എന്ന് പറയും. എരിവുള്ള സാധനമാണ്. ഇത് ബീഫാണ്. ബീഫ് കറി ഡാഗി എന്ന് പറയും. ഇത് മീൻ കറി. അയക്കൂറ. ചെമ്മീൻ. ഇത് എരിവുള്ള സാധനമാണ്. പിന്നെ ഉടാൻ സമ്പൽ എന്ന് പറയും. നേരത്തെ സ്വന്തം സമ്പൽ എന്ന് പറഞ്ഞില്ലേ. ഇതെന്താ? ഇതൊക്കെ എന്താ? ഇത് കോഴിക്കറിയാണ്. കറിയായാം. ഇത് ചിക്കൻ സമ്പൽ. ഇത് എരിവുള്ളത് നേരത്തെ പറഞ്ഞില്ലേ, ചെമ്മീൻ. ഇത് ലിവർ. ഇത് എരിവുള്ള സാധനമാണ്. ഇത് ആട് കറി. ആടിനോട് എന്ത് പറയും? കമ്പിങ് എന്ന് പറയും. ഇത് സയൂർ. നമ്മുടെ പൊരിച്ച കോഴിയാണ്. പിന്നെ പപ്പടം. പിന്നെ നാട്ടിൽ പപ്പടം ഉണ്ട് ഗൈസ്. വെജിറ്റബിൾ ഇനി വരാണ്ട് ഐറ്റംസ് ഒരുപാട് ഇനി വേണം. അപ്പം എല്ലാം എത്തിയിട്ടില്ല. നമുക്ക് കിട്ടിയത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇത് മനസ്സിലായില്ല. ഇത് മലയാളി തൗക്കിയാം. വഴുതനങ്ങ. ഇത് മറ്റേ നമ്മുടെ ചീരയില്ല, ആ സൈസ് ഇതേ ഐറ്റംസ് ഒരുപാട് വരാനുണ്ട്. എത്തിയിട്ടില്ല. രണ്ടാമത്തെ ട്രിപ്പിൽ വരാം. ഒത്തിരി ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുൾ ഐറ്റംസ് വരെ എത്ര സമയമാവും? അത് ഒരു എല്ലാ സെറ്റാണെങ്കിൽ ഒരു 9 മണി. ഇതിലാണ് നമ്മുടെ നാസിലമ്മ എന്ന് പറയും. ശരിക്കും നമ്മുടെ ഗീ റൈസ് ഇല്ലേ, നെയ്ച്ചോറ് ആ ടൈപ്പിൽ വരുന്നതാണ്. ഇത് നമ്മുടെ നാസിയാണ്. ചോറ് ഇതിലില്ല, തീർന്നു. ഇതാണോ ചോറാണ്. ഓക്കെ, നമുക്ക് ഫുഡൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഇനി നമുക്കൊന്ന് കട മൊത്തത്തിലൊന്ന് കാണാം. ഇതാരാന്ന് പരിചയപ്പെട്ടില്ല. വാലേക്കും അസ്സലാം. വയനാട്. എന്താണ് പേരെന്താ? യൂസഫ് അലി. നാട്ടിൽ വയനാട്. ഓക്കെ, നിങ്ങൾ പരിചയപ്പെട്ടില്ല. ഹായ്, എന്താ പേര്? ജിംഷാദ്. നാട്ടിലെവിടെയാ? കാസർഗോഡ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്രയായി? കുറേ കൊല്ലേ. നല്ലൊരു എത്രയെന്ന് പറയാൻ പറ്റുമോ? 5-8 കൊല്ലായി. ഓക്കെ. ഇവിടെ മലയാളിക്ക് അറിയും, ക്ലിയർ ആയിട്ട് അറിയും. എല്ലാവർക്കും അറിയും, എല്ലാവരും പറയും. എനിക്കത്ര വശമില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. കാസർഗോഡ് തന്നെയാണ്. നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ്? ഓക്കെ. അപ്പോൾ ഈ കട 24 hours ആട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടുത്തെ ചായക്ക് അവർക്ക് തേത്തായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. തേത്തായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് തിരക്കായി വരുന്നത്. ഞാൻ ഇതിന് മുന്നേ വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കട വരുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. കടയും കാണാനൊക്കെ കാണിച്ചു തന്നതാണ്. ഇതിവിടുത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസാണ്. ഇതിവിടുത്തെ രാജാക്കന്മാരാണ്. ഐ മീൻ സുൽത്താൻ എന്നൊക്കെ പറയും. പിന്നെ ഇതിവിടെ രാവിലെ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ബ്രെഡ്, അതേപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. ചൈനീസ് ഫുഡാണ് ഇവിടെ മെയിനായിട്ട് പോകുന്നത്. ഒരുപാട് പലഹാരം നമ്മുടെ നാട്ടിൽ, അതേപോലെ പലഹാരം ചിലത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ പൂരി വരുന്നുണ്ട്. ഇത് നെയ്ച്ചോറ് എന്താണെന്ന് അറിയുന്നില്ല. എന്നാലും നമ്മൾ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന, കുറേയൊന്നും നമുക്ക് അറിയുന്നില്ല കേട്ടോ. പലതരം വെറൈറ്റി കറികളാണ്. പിന്നെ അവർക്ക് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമായത് ഒരു ഇന്ത്യയിൽ കാര്യങ്ങളെല്ലാം നൈസായിട്ടുണ്ട്. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വീഡിയോ നമ്മളൊന്ന് അവസാനിക്കും. ഞാൻ എന്തായാലും കഴിക്കട്ടെ.
the soul, the mind, the body. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ അതുവരെ ബൈ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ അതുവരെ ബൈ.